എന്താണ് ഇസ്തിഗാത്ത? ഇനി എന്താണ് ഇസ്തിഗാത്ത? ഇസ്തിഗാത്ത എന്ന് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാത്ത അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ. അഥവാ എനിക്ക് മക്കളെ തരയണമേ, എനിക്ക് സന്താനങ്ങളെ തരയണമേ, എനിക്ക് എന്റെ പാവം പൊറുക്കണമേ എന്നിത്യാദി കാര്യങ്ങൾ, ഇത് അള്ളാഹിനോട് മാത്രം പോകേണ്ടതാണ്. അത് ദുആയിൽ വെളിയിൽ ഖാസായതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറയുന്നു, കിതാബ് കണ്ടോളൂ, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഹാദാ മുൻതസഉം മിൻ ഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് വിഷയാവതരണത്തിൽ ഓതിയതുകൊണ്ടാവൂല, ആ പാതയിലേക്ക് വരണം. മനസ്സിലാകുന്നുണ്ടോ? ചില ആളുകളെ പുറകിൽ ചിരിക്കാൻ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. വിഷയാവതരണം തുടങ്ങുന്നതിന് മുന്നേ ചിരി തുടങ്ങിയതാ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്ന സുആല ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഹുവ ദുആഉഹു, അവനോടുള്ള പ്രാർത്ഥനയാണ്, അവനിലേക്ക് അടുക്കലാണ്. വദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഈ ഇസ്തിഗാസയാണ് നമ്മുടെ ഇവിടെ തർക്കത്തിലുള്ള ഇസ്തിഗാസ. ഇത് അള്ളാഹിനോട് മാത്രമേ പോകാൻ പാടുള്ളൂ. കുട്ടികളെ, മുസ്ലിയാക്കന്മാർ, നിങ്ങൾ വന്നല്ലോ, എന്തായാലും തലയാട്ടിയിട്ടൊക്കെ പോയി രാത്രി വീട്ടിൽ കിടക്കുമ്പോ ഒന്ന് മദ്രസയിലേക്ക് പോയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ എന്താണ് സത്യത്തിൽ മുജാഹിദുകൾ പറയുന്നത് ശരിയാണല്ലോ, നമ്മളെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു പറ്റിക്കുകയാണല്ലോ എന്നൊന്ന് വീട്ടിൽ പോയിട്ടിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് തിരുത്താൻ തയ്യാറാവുക. ഇത് ഇവിടെ തിരുത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാം. അപ്പോ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇമാം സുവൈദി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ഇസ്തിഗാസ എന്നത് ദുആഇന്റെ അതേ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. അള്ളാഹുവിനോട് മാത്രം പോകേണ്ട തേട്ടമായി തന്നെ എന്ത് ചെയ്തു? ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുബയ്യിനൻ ലനാ അന്ന ഹാദിഹിൽ ഇസ്തിഗാസ അഖസ്സു ദുആഇ. ദുആഇൽ സുആലിൽ ഖാസായതാണ്, അത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ശേഷം, ഫഫീ ഇസ്തിഗാസതിഹി ബിഗൈരിഹി തആല ഇൻദ ഖുർബതിഹി, വിഷമഘട്ടത്തിൽ, പ്രശ്നഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹയല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, കേട്ടോളൂ, അല്ലാഹയല്ലാത്തവരോടുള്ള ഇസ്തിഗാസ തഅതീലുൻ ലിതൗഹീദി മുആമലതിഹി, അല്ലാഹ്ക്ക് മാത്രം പോകേണ്ട, അല്ലാഹുവിനോട് അവകാശപ്പെട്ട തൗഹീദിനെ നിഷേധിക്കലാണ്. അതുകൊണ്ട് ഇമാം സുവൈദി റഹിമഹുല്ല, ഷാഫിഈ മദ്ഹബുകാരനായ സുവൈദി റഹിമഹുല്ല, നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇമാം സുവൈദി അദ്ദേഹത്തിന്റെ അൽ ഇഖ്ദു സമീനിൽ പറയുകയാണ്,